ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയും ഒരു നിഴൽ നാരായണിയും ദശകം 10 സൃഷ്ടിഭേദങ്ങൾ. വൈകുണ്ഠത്തിൻ ആദിപതേയ വീടുത്തേ വരം മൂലം വീര്യവാനായി ബ്രഹ്മദേവൻ സൃഷ്ടി തുടങ്ങി. സ്ഥാവരങ്ങൾ പക്ഷികളും മൃഗങ്ങളും തിര്യജാതി മനുഷ്യരും ദേവഭേദ ജീവചാരവും മായാബോധം അഹം ബുദ്ധി രാഗകോപഭയാദിയം പഞ്ചവിധ അജ്ഞാനങ്ങൾ സൃഷ്ടിച്ച ശേഷം അജ്ഞാനത്തെ നീക്കി ശുദ്ധി വരുവതീനായി കൊണ്ടു അവിടുത്തെ തൃപ്പാദത്തിൽ ധ്യാനലീനനായി സനകനെ സനന്ദനെ സനാതന മുനിയെയും സനൽകുമാരകനെയും സൃഷ്ടിയും ചെയ്തു. സൃഷ്ടി ചെയ്യാനുള്ള ബ്രഹ്മദേവൻ തൻ്റെ അപേക്ഷയെ നിരസിച്ചു ഭവൽ ഭക്തി രസികരവർ. ബ്രഹ്മകോപം ഒതുക്കിയ സമയത്തു അവിടുത്തെ പുരീകത്തിൻ മധ്യേ നിന്നും മൃഡനുണ്ടായി. സ്ഥാനങ്ങളും നാമങ്ങളും കൽപ്പിക്കുക എന്നു ചൊല്ലി മൃഡനെന്നു രുദ്രനെന്ന നാമവും കിട്ടി. അവിടുത്തെ പ്രേരണയാൽ ബ്രഹ്മദേവൻ രുദ്രനെ 11 പേരും ചേർന്ന സ്വരൂപങ്ങളും അതിനൊത്ത സ്ത്രീകളെയും സ്ഥാനങ്ങളും നൽകിയിട്ടു പ്രജാസൃഷ്ടി നടത്തുവാൻ അരുളി ചെയ്തു. രുദ്രസൃഷ്ടിയാകുന്നോരാ രുദ്രഗണങ്ങളെ കണ്ടു പത്മസംഭവനം ബ്രഹ്മദേവൻ പേടിച്ചു. രുദ്രനോടു ചൊല്ലി പ്രജാസൃഷ്ടി ഇനി നടത്തേണ്ട. ലോക നന്മയ്ക്കായി ഭവൻ തപം ചെയ്താലും അംഗീരസ അത്രീക്രതോ പുലഹനും പുലസ്ത്യനും മരീചിയും വസിഷ്ഠനും സാക്ഷാദക്ഷനും ബ്രഹ്മാവിൻ്റെ അംഗത്തിൽ നിന്നാവിർഭാവം ചെയ്തു ദേവാ. അവിടുത്തെ പാദദാസൻ ശ്രീനാരദനും സൃഷ്ടിച്ചല്ലോ കർദമനെ ധർമ്മദേവാദികളെയും കാമപരവശനായി സരസ്വതിയിൽ. അവിടുത്തെ പ്രേരണയാൽ അജ്ഞാനവും നശിച്ചല്ലോ. നാൻമുഖനാം ബ്രഹ്മദേവൻ പിന്മാറിയല്ലോ. വേദങ്ങളും പുരാണങ്ങൾ ശിക്ഷാകൽപ്പം വ്യാകരണം ജ്യോതിഷാദി വിദ്യകളും നിർമ്മിച്ചു ദേവൻ. അവയെല്ലാം പുത്രന്മാരെ ഏൽപ്പിച്ചല്ലോ നാൻമുഖനും. അവിടുത്തെ പാദങ്ങളിൽ അഭയം തേടി. സൃഷ്ടി വർദ്ധിപ്പിക്കാനായി സൃഷ്ടികർത്താവായ ദേവൻ സൃഷ്ടി ചെയ്തു മനുവിനെ ശതരൂപയെ. അവർ വഴി മനുഷ്യന്റെ വംശവർദ്ധനവും ചെയ്തു. ഗോവിന്ദ നീ എൻ്റെ രോഗം മാറ്റിത്തരേണേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.